നിത്യജീവൻ ഞങ്ങൾക്കേകും നിൻ മഹാത്യാഗം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അനുതപിക്കുന്നുവെന്ന് യഹോവ അരുളിച്ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപ സൗജന്യമായ ദാനം. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ യോഗ്യത നോക്കാതെ, അർഹത നോക്കാതെ നമുക്ക് ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അന്ന് ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ആളുകളും വഷളത്വത്തിൽ ആണ്ടുപോയിരുന്നു. എല്ലാവരും തിന്മയ്ക്ക് വശമതരായിരുന്നു. എല്ലാവരും പാപത്തിൽ മുഴുകിയിരുന്നു. ദൈവം ദേശത്തെയും ജനത്തെയും നോക്കി ദുഃഖിച്ചു. നാം വായിക്കുന്നത് ഈ ജനത്തെ ദൈവം സൃഷ്ടിക്കുക ദൈവം ദുഃഖിച്ചു എന്നാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം ദുഃഖിച്ചു. മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും ഹീനമായി പോയിരുന്നു. ഭൂമിയിലൊക്കെയും വഷളത്വം വ്യാപിച്ചു, തിന്മ വ്യാപിച്ചു. മനുഷ്യൻ തിന്മയിലേക്ക് ഒന്നിനൊന്ന് താണുപോയി, അധപ്പതിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകം അതുതന്നെയാണ്. ഇന്ന് ധാർമ്മിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല. ഇന്ന് സാന്മാർഗികത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് വാക്കിലും പ്രവൃത്തിയിലും സകലവിധത്തിലും മനുഷ്യൻ പാപത്തിൽ മുഴുകിപ്പോയിരിക്കുന്നു. ദ്രവ്യാഗ്രഹത്തിൽ മനുഷ്യൻ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പര വിദ്വേഷത്തിലും കലഹത്തിലും വൈരാഗ്യത്തിലും കുടുംബങ്ങൾ മുടിഞ്ഞു കിടക്കുന്നു. തകർന്നടിഞ്ഞ കുടുംബങ്ങൾ, സമാധാനം പോയ ജീവിതങ്ങൾ, ആശയറ്റുപോയ ജീവിതങ്ങൾ, നിരാശയിൽ ആണ്ടുപോയ ജീവിതങ്ങൾ. തന്മൂലം ആത്മഹത്യ പെരുകുന്നു. മരിച്ചാൽ മതിയെന്ന് മനുഷ്യൻ ഓർക്കുന്നു. പ്രതീക്ഷകൾ നശിച്ചു പോകുന്നു. പ്രത്യാശകളെല്ലാം വാടിക്കരിഞ്ഞു പോകുന്നു. എല്ലാ വിധത്തിലും മനുഷ്യൻ നാശത്തിലേക്ക് ഒഴുകി നീങ്ങുന്നു. എന്നാൽ ഇന്ന് ജീവനുള്ള ദൈവം നോക്കുമ്പോൾ ഈ ഭൂമിയെ ഒന്ന് കഴുകിയെടുക്കേണ്ടതുണ്ടെന്ന് ദൈവം കാണുന്നു. ഈ ഭൂമിയെ കഴുകിയെടുക്കണമെന്ന് അന്ന് നോഹയുടെ കാലത്ത് ദൈവം നിശ്ചയിച്ചത് അങ്ങനെയാണ്. ന്യായവിധി കൊണ്ട് ഭൂമിയെ കഴുകിയെടുക്കുക. വലിയൊരു ജലപ്രളയം വരുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. ഭൂമിയെ മുഴുവനും വെള്ളം കൊണ്ട് കഴുകിയെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. അശുദ്ധി നിറഞ്ഞ ഭൂമിയെ, അശുദ്ധിയിൽ നശിച്ചുപോയ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുവാൻ തീരുമാനിച്ചു. മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നിശേഷം നശിപ്പിച്ച് കളയുവാൻ ദൈവം തീരുമാനിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഏറ്റവും ഹീനമായ മനുഷ്യൻ്റെ അവസ്ഥ വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ്. മനുഷ്യൻ്റെ സാന്മാർഗിക നിലവാരം അധപ്പതിച്ച് പോയതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് തിരുവചനം രേഖപ്പെടുത്തുന്നത്. സാന്മാർഗികത്വം നഷ്ടപ്പെട്ടു പോയി, ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി, നീതിയും ന്യായവും മുഴുവനായി തകർന്നുപോയി. ജനം ഛിന്നഭിന്നമായി പോയി. സംസ്കാരം അധപ്പതിച്ചു പോയി. അന്ന് ദൈവം ദുഃഖിച്ചു. മനുഷ്യനെ ഈ ഭൂമിയിൽ നീക്കിക്കളയുവാൻ ദൈവം തീരുമാനിച്ചു. ഭൂമിയെ കഴുകിയെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. അതുപോലെ ഇന്നും ദൈവം ഈ ഭൂമിയെ കഴുകിയെടുക്കുവാൻ അതിനുള്ളതായ സമയം
അത്യാസന്നമായിരിക്കുന്നു. ഭൂമിയെ കഴുകിയെടുക്കുക, വെള്ളത്തിലല്ല തീ കൊണ്ട് കഴുകിയെടുക്കുവാൻ, തീ പ്രളയം വരുവാൻ ദൈവം സമയം കരുതി വച്ചിരിക്കുന്നു, ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. അതാണ് പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത്. പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകം മലാഖി പ്രവാചകൻ്റെ പുസ്തകം, അതിൻ്റെ മലാഖി പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ കാണാം. ഭൂമിയെ ദൈവം കഴുകിയെടുക്കാൻ പോകുന്നു, തീയിൽ കഴുകിയെടുക്കാൻ പോകുന്നു. നമുക്ക് വായിക്കാം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. വേരും ശേഷിക്കുകയില്ല, കൊമ്പും ശേഷിക്കുകയില്ല, ഭൂമിക്ക് അടിയിലുള്ളതും ശേഷിക്കുകയില്ല, ഭൂമിക്ക് മീതെയുള്ളതും ശേഷിക്കുകയില്ല. വേരും കൊമ്പും ശേഷിക്കാതെ എല്ലാം ദഹിപ്പിച്ചു കളയും. വലിയൊരു ഭയാനകമായ നാൾ വരാൻ പോകുന്നു, ഭയാനകമായ ദിവസം വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ പ്രതികാരം ചെയ്യുമെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് വചനം പറയുകയാണ്. 2 തെസ്സലോനിക്കർ 1:6. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, കർത്താവായ യേശു വീണ്ടും വന്ന് വചനമനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ ഒരു ഭാഗം ആളുകൾക്ക് പ്രതികാരമേൽക്കേണ്ടി വരുന്നു. ദൈവത്തിന് വചനം അനുസരിക്കാത്തവർക്ക് പ്രതികാരമേൽക്കേണ്ടി വരുന്നു. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, ദൈവത്തെ അറിയാത്തവർക്ക് പ്രതികാരമേൽക്കേണ്ടി വരുന്നു, ദൈവത്തെ അനുസരിക്കാത്തവർക്ക് പ്രതികാരമേൽക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗങ്ങൾ ഒന്നൊന്നായി നിറവേറി വന്ന് 3-2 ഭാഗങ്ങളും പ്രവചനങ്ങൾ നിറവേറി കഴിഞ്ഞിരിക്കുന്ന ഈ തിരുവചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, കർത്താവായ യേശു ശക്തിയുള്ള തേജസ്സിൻ്റെ മഹിമയുടെ ആ സ്വർഗീയ മഹത്വത്തിൽ അവിടുന്ന് എഴുന്നള്ളി വരുമെന്ന്. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അഗ്നിജ്വാലയിൽ കർത്താവായ യേശു പ്രത്യക്ഷനാകുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. ദൈവത്തിന് സ്തോത്രം. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിക്കാതെ അവർ ദഹിപ്പിച്ച് കളയും. സമൂലമായ ദഹനം നടക്കും. സമൂലമായി എല്ലാം അഗ്നിയിൽ കത്തി എരിയും. ഈ ഭൂമി തീയിൽ കഴുകപ്പെടും, തീയിൽ ശുദ്ധീകരിക്കപ്പെടും. ഇവിടെ പറയുകയാണ്, അന്ന് കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, പ്രതികാരത്തിൻ്റെ കാലം വരാൻ പോകുന്നു. ഇന്ന് പ്രതികാരത്തിൻ്റെ കാലമല്ല, ഇന്ന് കൃപയുടെ കാലമാണ്. ഇന്ന് കരുണയുള്ള കർത്താവ് കൃപാസനത്തിലിരിക്കുന്ന കാലമാണ്. കൃപാസനത്തിലിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ന്യായാസനത്തിലേക്ക് മാറുന്നൊരു സമയം വരും. ഇന്ന് കൃപാസനത്തിലിരിക്കുന്നു. ഇന്ന് ആർക്കും കൃപാസനത്തിൻ്റെ അരികിലേക്ക് കടന്നിയെല്ലാം, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ആർക്കും കടന്നിയെല്ലാം. ഇന്ന് സ്വർഗവാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലെ നീട്ടിയിരിക്കുന്നു. ഈ രക്ഷ ആർക്കും സ്വായത്തമാക്കാം. ഇന്ന് കർത്താവ് കൃപ പകരുന്ന കാലമാണ്. കൃപ, നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ പഴയ കാലത്ത് ദൈവം ഭൂമിയെ വെള്ളത്തിൽ കഴുകിയെടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാം നശിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ന്യായവിധി വരുമ്പോൾ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനിടയാകുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ന്യായവിധി വരുമ്പോൾ, ശിക്ഷാവിധി വരുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം കിട്ടുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഇന്ന് നാം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ
ഈ പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് ഒന്നും കാണുന്നില്ല. എന്നാൽ കാലത്തിൻ്റെ ചുവരെഴുത്ത് കാണുമ്പോൾ, കാലത്തിൻ്റെ ഗൗരവമേറിയ താക്കീതുകൾ കാണുമ്പോൾ, കാലത്തിൻ്റെ ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ കാണുമ്പോൾ മനുഷ്യൻ ഭയപ്പെടേണ്ടതാണ്. ഇന്ന് സാധാരണ മനുഷ്യനിതൊന്നും ഒരു വിഷയമേ അല്ലാതായിരിക്കുന്നു. അത് ചിന്തിക്കാൻ മനുഷ്യന് നേരമില്ല. ശിക്ഷാവിധി വരുമെന്നോ, ന്യായവിധി വരുമെന്നോ, എല്ലാം കത്തി നശിക്കുമെന്നോ, ഈ ഭൂമി നിശേഷം നശിച്ചു പോകുമെന്നോ, ഒരു പുതിയ ആകാശ പുതിയ ഭൂമി ഉണ്ടാകുമെന്നോ ഉള്ള ദൈവത്തിൻ്റെ വചനമൊന്നും മനുഷ്യൻ വിശ്വസിക്കുന്നേയില്ല. മനുഷ്യനതൊന്നും ചിന്തിക്കാൻ നേരമില്ല. അവരവരുടെ ചിന്താകുലകളിൽപ്പെട്ട് അവരവരുടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് മനസ്സ് ഭാരപ്പെട്ടും ഞരങ്ങിയും ദുഃഖിച്ചും ഈ ഭൗതികമായ കാര്യങ്ങളെ ഓർത്ത് ആകുലപ്പെട്ടും അവലാതി കൊണ്ടും മനുഷ്യൻ ഇരിക്കുന്നതുകൊണ്ട് മനുഷ്യന് ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നേരമില്ലാതായിരിക്കുകയാണ്. എന്നാൽ ചിന്തിക്കൂ, ഗ്രഹിക്കൂ, ഒരു മഹാഭയാനകമായ ദിവസം വരുന്നു. മനുഷ്യർക്ക് പ്രതികാരം കൊടുക്കുന്ന ഒരു ദിവസം വരുന്നു. ചൂള പോലെ കത്തുന്ന ഒരു നാൾ വരുന്നു. എല്ലാം വയ്ക്കോ ദഹിക്കുന്നത് പോലെ ദഹിച്ച് തീരുന്ന ഒരു നാൾ വരുന്നു. ഇന്നീ കാണുന്ന ഈ പ്രകൃതി മുഴുവനും നശിക്കുന്ന ഒരു സമയം വരുന്നു. ഇന്നീ കാണുന്ന അന്തരീക്ഷം പോലും മാറുന്നതായ ഒരു സമയം വരുന്നു. അന്തരീക്ഷം മാറുന്നു, ഇന്ന് കാണുന്ന ഭൂമി മാറുന്നു, ഇന്ന് കാണുന്ന ഈ അന്തരീക്ഷം, ഈ ആകാശം മാറുന്നു, എല്ലാം മാറിപ്പോകുന്നു, എല്ലാം നീങ്ങിപ്പോകുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എല്ലാം ഒഴിഞ്ഞു പോകുന്നൊരു സമയം വരുന്നു. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ കണ്ണിമിക്കുന്നതിനിടയിൽ, കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് വചനം പറയുന്നതാണ്. അക്ഷരമായി നാം വിശ്വസിക്കേണ്ടതാണ്. വള്ളി വിടാതെ നാം വിശ്വസിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാം നശിക്കുന്ന ഒരു സമയം വരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, വലിയൊരു നാശം വരാൻ പോകുന്നതെന്ന്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. പ്രതീക്ഷിക്കാത്ത സമയത്ത്, അല്പം പോലും ചിന്തിക്കാത്ത സമയത്ത്, അവിചാരിതമായി, ആകസ്മികമായി, അപ്രതീക്ഷിതമായി കർത്താവിൻ്റെ ദിവസം വരും. കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒരു കൊടും മുഴക്കമുണ്ടാകും. വലിയ സ്ഫോടനം ഉണ്ടാകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും. മൂലപദാർത്ഥങ്ങൾ, ഈ ഭൂമിയിലുള്ളതായ ധാതുക്കളും ലവണങ്ങളും ലോഹങ്ങളും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഭൂമി വെന്തുപോകും. ഭൂമിയുടെ മേലുള്ള പണിപ്പാടുകളെല്ലാം വെന്തുപോകും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഇന്നത്തെ നെടുനെടുങ്കൻ ഗോപുരങ്ങൾ എല്ലാം കത്തിച്ചാമ്പലാകും. ഇന്നത്തെ വലിയ കെട്ടിടങ്ങൾ എല്ലാം കത്തിച്ചാമ്പലാകും. വൻ നഗരങ്ങൾ കത്തി ദഹിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാം തകരുന്നൊരു കാലം വരുന്നു. അതോ കണ്ണി വയ്ക്കുന്നിടയിൽ അതെല്ലാം സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഭയാനകമായൊരു കാലം വരുന്നു. അതാണ് ദൈവത്തിന് വചനം പറയുന്നത്. ഒന്നിനും മാറ്റം വരികയില്ല. നോഹയുടെ കാലത്ത് ദൈവം മനുഷ്യൻ്റെ വഷളത്വം കണ്ട്, ഭൂമിയിൽ അശുദ്ധി പെരുകുന്നത് കണ്ട്, തിന്മ വർദ്ധിക്കുന്നത് കണ്ട് ദൈവം ദുഃഖിക്കുകയും മനുഷ്യനെ ശിക്ഷിക്കാൻ ദൈവം തീരുമാനിക്കുകയും ചെയ്തു. ന്യായവിധി വരാൻ പോകുന്നു. അന്നത്തെ ന്യായവിധി വെള്ളം കൊണ്ടുള്ള ഒരു ന്യായവിധിയായിരുന്നു, ജലപ്രളയമായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന ഒരു ന്യായവിധി അത് തീപ്രളയമാണ്, അഗ്നിപ്രളയമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും ദൈവം കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട്, ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. യഹോവ ദുഃഖിച്ചു. അയ്യോ, വേണ്ടായിരുന്നല്ലോ. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം ദുഃഖിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വഷളത്വത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, അവൻ മനസ്സിലാക്കൂ, ദൈവം നിന്നെ നോക്കി ദുഃഖിക്കുകയാണ്. ഇന്ന് അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന മനുഷ്യൻ ചിന്തിക്കൂ, ദൈവം നിനക്ക് വിരോധമായി നിൽക്കുകയാണ്. നിൻ്റെ മേൽ വലിയ ശിക്ഷാവിധി വരാൻ പോകുന്നു. ഇന്ന് കൈക്കൂലി വാങ്ങുന്നതും ചിന്തിക്കൂ, മഹാവലി അനർത്ഥം നിൻ്റെ മേൽ വരാൻ പോകുന്നു. ഇന്ന് ഏറ്റവും ഹീനമായ പാതകങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ ചിന്തിക്കൂ, കൊള്ളുതാത്ത ബന്ധങ്ങൾ മുഴുകുന്ന മനുഷ്യൻ ചിന്തിക്കൂ. ഇന്ന് സ്വന്തം കുടുംബത്തിൽ കലക്കമുണ്ടാക്കുന്നവൻ ചിന്തിക്കൂ. ഇന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്നവൻ ചിന്തിക്കൂ. ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ച് വീട് വിട്ട് പോകുന്നവരോട് ചിന്തിക്കൂ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾക്ക് വലിയൊരു ശിക്ഷാവിധി അവൻ്റെ മേൽ വരാൻ പോകുന്നു. വലിയൊരു ശിക്ഷാവിധി. ഭൂമിയുടെ മേൽ വരുന്ന ശിക്ഷാവിധിയിൽ അനേകം ആളുകൾ വെന്തുപോകുന്ന ഭയാനകമായ ശിക്ഷാവിധിയായിരിക്കും. അതാണ് വചനം പറയുന്നു, മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. അഴുക്കായ കാര്യങ്ങൾ, അശുദ്ധമായ വിചാരങ്ങൾ, അശുദ്ധിയിൽ രസിക്കുന്നതായ ചിന്താഗതികൾ, അതാണ് മനുഷ്യൻ്റെ സ്വന്തം മൂല്യം, സ്വന്തം സ്വത്ത് എന്ന് ദൈവം കണ്ടു. ആകെയുള്ള സ്വത്ത് എന്താണ്? അശുദ്ധി. ആകെയുള്ള സമ്പത്ത് എന്താണ്? തിന്മ.
ആകെയുള്ള സമ്പത്ത് എന്താണ്? മനുഷ്യൻ നേടിയിരുത്ത സമ്പത്ത് എന്താണ്? ഇത്രയും കാലം കൊണ്ട്, ഈ പ്രായം വരെയുള്ള നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് നേടിയത്? എന്താണ് സമ്പാദിച്ചത്? അശുദ്ധി, അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം, അഹങ്കാരം, സ്വാർത്ഥത. ചിന്തിക്കൂ, നമുക്ക് ചിന്തിക്കാമല്ലോ, കാണാമല്ലോ. നമ്മെ തന്നെ ചിന്തിച്ച് നോക്കൂ. എന്താണ് ഇതുവരെയുള്ള നമ്മുടെ നേട്ടം? നാം എന്ത് സമ്പാദിച്ചു? ഇത്രയും കാലം കൊണ്ട് നാം ഈ ഭൂമിയിൽ എന്താണ് സമ്പാദിച്ചത്? ഓരോരുത്തരും ജീവിച്ചൊരു കാര്യങ്ങളുണ്ടല്ലോ. 50 വയസ്സ് വരെ ജീവിച്ച മനുഷ്യനുണ്ട്, അല്ല 70 വയസ്സ് വരെ ജീവിച്ച മനുഷ്യനുണ്ട്, അതല്ല 30 വയസ്സ് വരെ ജീവിച്ച മനുഷ്യനുണ്ട്. നിങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നത്? സമ്പാദിച്ചത് ഏറ്റവും വലിയ നാശമാണ്. സമ്പാദിച്ചത് അശുദ്ധിയാണ്. സമ്പാദിച്ചത് ജഡീകമായ അശുദ്ധിയാണ്. സമ്പാദിച്ചത് ഹീന ജീവിതമാണ്. സമ്പാദിച്ചത് മ്ലേച്ഛമോഹങ്ങളാണ്. സമ്പാദിച്ചത് അത്യാഗ്രഹങ്ങളാണ്. സമ്പാദിച്ചത് ദ്രവ്യാഗ്രഹമാണ്. സമ്പാദിച്ചത് ലോകസ്നേഹമാണ്. സമ്പാദിച്ചത് വെറുക്കൂത്തുകളാണ്. സമ്പാദിച്ചത് ദുശ്ശീലങ്ങളാണ്. സമ്പാദിച്ചത് ദുശ്ശീലങ്ങൾ മാത്രമല്ല, ദുസ്വഭാവങ്ങളാണ്. വഴക്കും പിണക്കവും വൈരാഗ്യവും പകയും വിദ്വേഷവും സമ്പാദിച്ചു വെച്ചു. അതല്ലേ ഇന്ന് മനുഷ്യൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? നോക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് ദൈവം ദുഃഖിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി, ദൈവത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയുണ്ടാക്കിക്കൊണ്ട് ഞാൻ അനുഭവിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. എല്ലാവരും ശിക്ഷാവിധിയിലേക്ക് പോകുമ്പോൾ, എല്ലാവരും നാശത്തിലേക്ക് പോകുമ്പോൾ ഒരാൾക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. ഒരാൾക്ക് ലഭിച്ച ദൈവകൃപ എന്താണ്? ന്യായവിധിയിൽ നിന്നുള്ള വിടുതലാണ്. ന്യായവിധിയിൽ നിന്നുള്ളതായ വിമോചനമാണ്. ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ന്യായവിധി ഒഴിവായി കിട്ടി. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരന്മാർ, നിങ്ങൾക്ക് ന്യായവിധിയിൽ നിന്ന് മോചനം വേണമോ? ശിക്ഷാവിധിയിൽ നിന്ന് മോചനം വേണമോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ്. നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പെയ്യുകയാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഉതിർന്നു വെന്ന് വീഴുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം വരാനിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ വചനം നിനക്ക് ലഭിക്കുകയാണ്. ഈ വചനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. സത്യവചനം കിട്ടുന്നു. ഇന്ന് അനുഭവിച്ചാൽ രക്ഷയുണ്ട്. ഇന്ന് വേണമെങ്കിൽ മാനസാന്തരപ്പെടാം. ഇന്ന് അനുഭവിച്ചാൽ ദൈവസന്നെ സ്വീകരിക്കപ്പെടുന്നതായി തീരാം. ഇന്ന് അനുഭവിച്ചാൽ ദൈവം കൈക്കൊള്ളും. ഇന്ന് കൃപയുടെ കാലമാണ്. ഇതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. ന്യായവിധി ഒഴിവായി കിട്ടുന്നു, വചനം കിട്ടുന്നു, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടുന്നു, ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം നിരന്തരം ഈ ദൈവകൃപ അനുഭവിക്കുകയാണ്. വരാനിരിക്കുന്ന ശിക്ഷാവിധി നമുക്ക് വരുന്നതിന് മുൻപ് കർത്താവ് നമുക്ക് ഒഴിവാക്കി തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമുക്ക് നിർബന്ധമായും തരുന്നു. നമ്മെ ദൈവം വചനത്തിന് മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ നമുക്കൊരു കൃപ ലഭിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ഉള്ള് തകരുന്നു. വചനം കേൾക്കുമ്പോൾ ഹൃദയം തകരുന്നു. വചനം കേൾക്കുമ്പോൾ ഉള്ളരിയുന്നു. വചനം കേൾക്കുമ്പോൾ എൻ്റെ കർത്താവേ എന്നൊരു വിളി ഉയരുന്നു. എൻ്റെ ദൈവമേ, അനേകരെ നശിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നശിക്കാതിരിക്കാൻ നിൻ്റെ വചനം എനിക്ക് തരുന്നല്ലോ എന്നുള്ള നന്ദി വരുന്നു. വചനം കിട്ടുന്നു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കന്യമാതാവിനെ ദൈവത്തിന് കൃപ ലഭിച്ചു. ദാവീദിനെ ദൈവത്തിന് കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ. ഇന്ന് സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ്. ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള പോംവഴി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ശിക്ഷാവിധിയിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഒരു വഴി ദൈവം തുറന്നു തരികയാണ്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നെന്ന് എബ്രായ ലേഖന കർത്താവ് എഴുതി. ക്രിസ്തു യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നെന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദൈവം പ്രാപ്തനാണ്. ദൈവം ശക്തനാണ്. ആ ദൈവമാണ് നമ്മോട് ഇടപെടുന്നത്. നാം വചനം കേൾക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. മാത്രമല്ല, വചനം കേൾക്കുമ്പോൾ ആ വചനപ്രകാരം ജീവിക്കാനുള്ള ദാഹമുണ്ടാകുന്നു. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരുന്നു. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളു തകരുന്നു, ഉള്ളു നുറുങ്ങുന്നു, ഉള്ളു മുറിയുന്നു. അസ്ത്രം പോലെ വചനം നമ്മുടെ ഹൃദയത്തേക്ക് തറഞ്ഞു കയറുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. മനുഷ്യരാരും അല്ലാതെ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് കുറ്റബോധം തരുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം തരുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പാപത്തിൽ നിന്ന് മോചനം കിട്ടണമല്ലോ എന്നുള്ള ദാഹം നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ പാപത്തെ ഓർത്ത് അനുഭവിക്കാനുള്ള കൃപ തരുന്നത്.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ദയവായി ഒരു വാക്ക് ചിന്തിക്കൂ, ഒരു നിമിഷം ചിന്തിക്കൂ. എൻ്റെ കർത്താവേ, ന്യായവിധി വരുന്നതിന് മുൻപ്, മഹാഭീകരമായ ശിക്ഷാവിധി വരുന്നതിന് മുൻപ് ഇന്ന് നീ എനിക്ക് വചനം തരുന്നല്ലോ. ഈ വചനം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, ഭയാനകമായ നാളുകൾ വരുന്നതിന് മുൻപ് ഇന്ന് ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എനിക്ക് മോചനം തരണമേ, എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. കർത്താവേ, എനിക്ക് പാപത്തിൻ്റെ ഭീകരമായ പിടിയിൽ നിന്ന് മോചനം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. വചനം ഇന്ന് വചനം ധാരാളമായി വിതച്ചുകൊണ്ടിരിക്കുന്നു, ധാരാളമായി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വചനം, ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമുക്ക് ധാരാളമായി കിട്ടുന്നു, നമുക്ക് സുഭിക്ഷമായി ലഭിക്കുന്നു. ഇന്ന് ഈ സ്വർഗീയ മന്ന നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവ് പൊഴിച്ചു തരുന്നു. സ്വർഗത്തിൽ ശക്തന്മാരുടെ അപ്പം തിന്നാൻ നമുക്ക് ഭാഗ്യം തരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം സ്വർഗീയമായ ഭോജനം നമുക്ക് തരുന്നു, സ്വർഗീയമായ വചനം നമുക്ക് തരുന്നു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു എന്ന് ദിവസം പറയുന്നു. ശക്തിമാന്മാരുടെ അപ്പം, സ്വർഗീയമായ ആഹാരം നമുക്ക് ലഭിക്കുന്നു. സ്വർഗീയമായ ആഹാരം ലഭിക്കുന്നതനുസരിച്ച് അത് ഭക്ഷിച്ചെന്ന് പുഷ്ടിപ്പെട്ടില്ലെങ്കിൽ പിന്നെ നാം ദുഃഖിക്കേണ്ടി വരും. ആ ദുഃഖമോ തീർത്താൽ തീരാത്ത ദുഃഖമായിരിക്കും, അത് തീരാ നഷ്ടമായിരിക്കും. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. ഇന്ന് നിങ്ങൾ ദയവായി ഒരു സെക്കൻഡ് തീരുമാനിക്കൂ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ എന്നോട് സംസാരിക്കുന്നു, നീ എനിക്ക് നിൻ്റെ കൃപ തരുന്നു, നിൻ്റെ വചനം തരുന്നു. ഇത്രയും കാലം വചനം കേട്ടിട്ടും ഞാൻ മറുതലിച്ച് നിന്നവനാണ്. ഇത്രയും കാലം വചനം കേട്ടിട്ടും ഞാൻ മാനസാന്തരപ്പെടാതിരുന്നവനാണ്. ഇത്രയും കാലം വചനം കേട്ടിട്ടും ഞാൻ എൻ്റെ പാവവഴികൾ വിട്ടുതിരിയാത്തവനാണ്. ഇത്രയും കാലം വചനം കേട്ടിട്ടും ഞാൻ ദുഷ്ടനായ പിശാചിൻ്റെ ആലോചനയ്ക്ക് വശമതായി ജീവിച്ചു പോയവനാണ്. കർത്താവേ, ഇത്രയും കാലം വചനം കേട്ടിട്ടും ഞാൻ പിശാചിൻ്റെ ഇഷ്ടത്തിന് ജീവിതം വിട്ടുകൊടുത്തവനാണ്. സാത്താൻ എന്നെ പാപത്തിൽ കുലുക്കുവാനോ നോക്കിയപ്പോൾ, പാപത്തിൽ വീഴിക്കുവാൻ നോക്കിയപ്പോൾ ഞാനിതിനെ വശപ്പെട്ടു കൊടുത്തവനാണ്. കർത്താവേ, ഇത്രയും കാലം ഞാൻ മൂലം അനേകർ ദുഃഖിക്കാനിട വന്നു. ഞാൻ മൂലം എൻ്റെ മക്കൾ ദുഃഖിക്കാനിട വന്നു. ഞാൻ മൂലം എൻ്റെ മാതാപിതാക്കൾ ദുഃഖിക്കാനിട വന്നു. ഞാൻ മൂലം എൻ്റെ ഭാര്യ ദുഃഖിക്കാനിട വന്നു. ഞാൻ മൂലം എൻ്റെ ഭർത്താവ് കരയാനിട വന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂലം പലരും ദുഃഖിക്കാനിട വന്നു. പലർക്കും ഞാൻ നഷ്ടം വരുത്തി, പലർക്കും ഞാൻ ദോഷം വരുത്തി, പലരുടെയും വഴിയിൽ ഞാൻ ഭിന്നതകളുണ്ടാക്കി, അനേകം എതിർപ്പുകളുണ്ടാക്കി. കർത്താവെ, പലരെയും ഞാൻ വേദനിപ്പിച്ച് കളഞ്ഞു. എന്നാലോ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ കർത്താവെ, ഞാൻ തിരുവൻഭാഗം വന്ന് നാഥ, അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ സ്തുതിക്കട്ടെ. നീ എനിക്ക് തരുന്ന വചനത്തിന് വേണ്ടി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തട്ടെ. വചനം ധാരാളമായി തരുന്നതിന് വേണ്ടി ഞാൻ നിന്നെ സ്തുതിക്കട്ടെ. കർത്താവെ, വരാൻ പോകുന്ന എന്താ എന്ന് നീ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കട്ടെ. സഹോദരങ്ങളെ, ഈ സമയം നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുക. കർത്താവിനോട് വാക്ക് പറയുക, എൻ്റെ കർത്താവേ, ഇത്രയും കാലം വചനം കേട്ടിട്ടും ധിക്കരിച്ച് മാറിയ ഈ പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഇന്ന് ഞാനിതാ നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ച രക്ഷകൻ്റെ പാദങ്ങളിലേക്ക് ഞാനിതാ വരുന്നു. അവിടുത്തെ പാദത്തിൽ ഞാൻ വീണുകൊണ്ട് എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. ഇനിമേൽ പാപമില്ലാത്ത ജീവിതം നയിക്കുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരക്തത്താൽ എന്നെ കഴുകണമേ, തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, തിരക്തത്താൽ എന്നെ വെടിപ്പാക്കിയെടുക്കണമേ, തിരക്തത്താൽ എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം മായ്ക്കണമേ, മറയ്ക്കണമേ, കൃപയാൽ എന്നെ പൊതിയണമേ. നാഥ, നിൻ്റെ കൃപയാൽ എന്നെ ഉദ്ധരിക്കണമേ, എന്നെ അനുഗ്രഹീതമായ ഭാവിയിലേക്ക് നയിക്കണമേ, എന്നെയും എൻ്റെ തലമുറയെയും നീ അനുഗ്രഹിക്കണമേ. സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കൃപയുടെ ആലോചനകൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കൃപയുടെ വചനം ഞങ്ങൾക്ക് ധാരാളമായി തരുന്നതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും തഴുകണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.